ഹായ് പാരൻസ്. സാധാരണ ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങാറ്. പക്ഷേ ഇത് ഹായ് പാരൻസ്. എന്തുകൊണ്ടെന്നാൽ ഈ വീഡിയോ പാരൻസിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളൊരു ചെറിയ കുട്ടിയുടെ പാരന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പാരന്റ് ആകാൻ പോവുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കാർ സീറ്റർ ആൻഡ് ദി ബേബി, അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇപ്പോൾ നമ്മൾ ഞങ്ങളുടെ കുട്ടി കാർ സീറ്ററിൽ ട്രാവൽ ചെയ്യുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സും ഫാമിലി റിലേറ്റീവ്സ് ആണെങ്കിലും ഒരുപാട് പേരൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കുട്ടി കാർ സീറ്റിൽ ഇരിക്കുമോ, ആള് കംഫർട്ടാണോ, പ്രശ്നങ്ങളാണോ, കരച്ചിലുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളത് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടീനെ ട്രെയിൻ ചെയ്യിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, കുട്ടി കാർ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ എത്ര എഫേർട്ട് എടുത്തു, എത്ര നാൾ വേണ്ടി വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മാക്സിമം ഇത് കാണാൻ ട്രൈ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് പേര് ശ്രദ്ധിക്കാത്തതും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് കാറിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും നമ്മൾ കാർ സീറ്റർ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്താതിരിക്കുക, ബാക്കിൽ തന്നെ ഇരുത്തുവാണെങ്കിലും അവർ ഓടി നടക്കാത്ത വിധത്തിൽ അവരെ കംഫർട്ടായിട്ട് ഉള്ള രീതിയിൽ ഇരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം കാണാൻ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ടിപ്സോ ട്രിക്സോ വാട്ടവർ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഓക്കെ ആണോ എന്നുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഞങ്ങളുടെ കുട്ടിക്ക് ഒരു 9 മാസമൊക്കെ പ്രായമുള്ള സമയത്താണ് നമ്മൾ കാർ സീറ്റർ മേടിക്കുന്നത്. ഇപ്പോൾ കുട്ടിക്ക് 2 വയസ്സാകാറായി. നമ്മുടെ ഈ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെൻറ്റ്, അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിലും നമുക്ക് പുതിയതായിട്ടൊരു സാധനം കിട്ടുമ്പോൾ നമ്മൾ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കില്ല അത് യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യവും. ഇപ്പോൾ കാർ സീറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം കുട്ടികളത് കാണുമ്പോൾ അതിലിരിക്കാനോ അല്ലെങ്കിൽ അതിൽ തൊടാനോ ഒക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കുട്ടികൾക്ക് കുറച്ച് നേരം ഈ എക്സൈറ്റ്മെന്റ് കാണുള്ളൂ, ഒരുപാട് ലോങ് റണ്ണിൽ അത് കാണില്ല. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടൈം പീരീഡിൽ, ഈ എക്സൈറ്റ്മെന്റ് പോകുന്നതിന് മുമ്പുള്ള ടൈം പീരീഡിൽ നമ്മൾ ചെയ്യേണ്ടത് ഷോർട്ട് ഡ്രൈവ്സ് പോവുക. അതായത് ചെറിയ ദൂരത്തിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രം ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുക കുട്ടിയെ കാർ സീറ്റിൽ ഇരുത്തിക്കൊണ്ട്. അപ്പോൾ കുട്ടി ഡിസ്കംഫേർട്ട് കാണിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീരുന്ന രീതിയിലുള്ള യാത്രകളാണ് മാക്സിമം പ്ലാൻ ചെയ്യേണ്ടത്. വീക്ക്ലി മിനിമം 2 ടൈംസ് എങ്കിലും ഇങ്ങനെ പോകാൻ ട്രൈ ചെയ്യുക. അങ്ങനെ നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ അവസാനമൊക്കെ ആകുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ട് കാണിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേജ് 2, അതായത് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ടോയ്സോ അല്ലെങ്കിൽ എന്താണോ കുട്ടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ കുട്ടി, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ കാർ സീറ്റിൽ ഇരുന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ കളിപ്പിക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് കൊടുക്കുകയോ ചെയ്യുക. അങ്ങനെ കുട്ടികളെ ഒന്ന് എൻഗേജ്ഡ് ആക്കുക. കൂടാതെ വഴിയിലുള്ള കാഴ്ചകളൊക്കെ തന്നെ കാട്ടിക്കൊടുത്ത് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പുറത്തുള്ള മരങ്ങളോ കാറുകളോ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കുട്ടികളൊന്ന് എൻഗേജ്ഡ് ആക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ ഈ ഒരു പീരീഡിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ഡ്രൈവ്സ് തന്നെ പോവുക എന്നുള്ളതാണ്. ഒരുപാട് നേരം കുട്ടിയെ അതിലിരുത്തി വളരെയധികം ഡിസ്കംഫർട്ട് ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ആക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പതിവ് പോലെ തന്നെ ഈ സ്റ്റേജിൻ്റെ അവസാനമാകുമ്പോഴും കുട്ടികൾ ഡിസ്കംഫർട്ട് കാണിക്കും, കരയാൻ തുടങ്ങും, വാശി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രൈ ചെയ്തത് ഡ്രൈവ് പോകുമ്പോൾ കുട്ടി കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ നമ്മൾ കാറൊന്ന് സൈഡിലേക്ക് ഒതുക്കും. എവിടെയാണോ നമ്മളുള്ളത്, ഇപ്പോൾ ഷോപ്പുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ ഒതുക്കിയിട്ട് കുറച്ച് വെള്ളം മേടിക്കുകയോ കുടിക്കുകയോ അങ്ങനെ ഒന്ന് കുട്ടിയുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആക്കുക, അതായത് മൈൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കുട്ടി ഡിസ്കംഫേർട്ട് കാണിക്കുകയോ കരയുകയോ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റോപ്പ് കൊടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഇറങ്ങുക, അല്ലെങ്കിൽ വണ്ടി നിർത്തിയതിന് ശേഷം കുട്ടിയോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഡോറ് തുറന്ന് കുട്ടീനെ ഇറക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കുട്ടിയുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. കാർ സീറ്ററിലിരുന്ന് യാത്ര ചെയ്യുക എന്നുള്ളതാണ് നോർമൽ എന്ന് കുട്ടികൾക്ക് തോന്നുന്ന വരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ ഉറപ്പായിട്ടും കരയും, നല്ല രീതിയിൽ തന്നെ കരയും. അപ്പോൾ ഇവിടെ ഐഷു ബേബിയും ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ. പക്ഷെ നമ്മൾ ആ ടൈമിൽ മാക്സിമം ആളെ കാം ആക്കാനുള്ള പരിപാടികളും അങ്ങനെയെല്ലാം ചെയ്ത്, പക്ഷെ കരയുവാണെങ്കിലും കുറച്ച് നേരം കരഞ്ഞോട്ടെ എന്ന് തന്നെയൊക്കെ വിചാരിച്ച് നമ്മൾ അതിലിരുത്തി. അതുകൂടാതെ തന്നെ ചില സമയങ്ങളിൽ ആളെ നമ്മൾ ഫോഴ്സ്ഫുള്ളി തന്നെ ഇരുത്തേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അതായത് ആളിരിക്കില്ല, അപ്പോൾ നമ്മൾ പിടിച്ചിരുത്തേണ്ടി വരും. അങ്ങനെ കുറച്ച് നാൾ ട്രൈ ചെയ്യേണ്ടി തന്നെ വരും. അതായത് ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഇതൊരു ചെറിയൊരു പ്രോസസ്സല്ല, അതായത് ഒരു 1-2 മാസം കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആയി. ഇപ്പോഴാണ് കുട്ടി ഒന്ന് ഓക്കെ ആയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ പോലും അത് എല്ലാ കുട്ടികൾക്കും ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അവർ ഡിസ്കംഫർട്ട് കാണിക്കും. ഇപ്പം എൻ്റെ കുട്ടിയാണെങ്കിൽ ഒരു 2 മാസം അടുപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ
പിന്നെ അടുത്തൊരു 1-2 ഡ്രൈവിൽ ആള് ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ട് കാണിക്കും, എഴുന്നേക്കണമെന്ന് പറയും. ഇപ്പോൾ സംസാരിക്കാനും കൂടി തുടങ്ങിയതുകൊണ്ട് എഴുന്നേക്കണം, ഇരിക്കണ്ട എന്നുള്ള കാര്യങ്ങളും ആൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതാണ് ഒരു 90% ഓഫ് സംഭവങ്ങളാണ് ഇപ്പോൾ ഓക്കെ ആയിട്ടുള്ളൂ. എപ്പോഴും ഓരോ സ്റ്റേജിൽ അവരത് വേണ്ട എന്നുള്ളത് കാണിച്ചു തുടങ്ങും. പക്ഷെ അത് നമ്മൾ ആ സമയത്ത് നമ്മൾ കുട്ടികളിങ്ങനെ പറഞ്ഞല്ലോ എന്ന് കരുതി നമ്മളത് മാറ്റുകയാണെങ്കിൽ അവരുടെ മനസ്സിലത് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ മാക്സിമം മൊബൈൽ കൊടുക്കാതിരിക്കാൻ ട്രൈ ചെയ്യുക. അതായത് കുട്ടികൾ സീറ്ററിൽ ഇരിക്കാൻ വേണ്ടി ഒരിക്കലും കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത്. അത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആള് ഇപ്പോഴത്തെ അവസ്ഥയിൽ കംഫർട്ടാണ്. ഒരു 1 hour വരെയുള്ള ഡ്രൈവൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അത്ര നേരം ഒന്നും ആള് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഓക്കെ ആയിട്ടിരിക്കും. പിന്നെ ഉറക്കം വരുമ്പോൾ ആണെങ്കിൽ ആൾ ഉറങ്ങും. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേറൊരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, അതായത് ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് കാർ സീറ്ററൊന്നും യൂസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ആള് അത്യാവശ്യം കുഴപ്പമില്ലാതെ കാമായിട്ട് തന്നെ അമ്മയുടെ മടിയിൽ ഇരിക്കുകയാണ് ചെയ്യാറ് നോർമലി. പക്ഷേ തിരിച്ച് നമ്മുടെ കാറിലേക്ക് വരുമ്പോൾ വീണ്ടും ആൾ കാർ സീറ്ററിൽ ഇരിക്കാൻ ഓക്കെയുമാണ്. അതായത് ആളുടെ മനസ്സിൽ അത് പതിഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മളുടെ വണ്ടിയിൽ കയറുമ്പോൾ കാർ സീറ്ററിൽ ഇരിക്കുക എന്നുള്ളതാണ് നോർമൽ കാര്യം എന്നുള്ളത്. ഇപ്പോൾ ആള് അത്യാവശ്യം കംഫർട്ടാണ്, ഓക്കെയാണ്. പിന്നെ ഓരോ കുട്ടിയുടെ കാര്യം അവരവരുടെ പാരൻസിനെ തന്നെ അറിയാൻ പറ്റുള്ളല്ലോ. അപ്പോൾ നിങ്ങളുടെ കുട്ടി ഒരുപാട് കരയും, അല്ലെങ്കിൽ കരയുമ്പോൾ എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂ അങ്ങനെ വരുന്ന കൂട്ടത്തിലും കൂടി ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെറിയൊരു ഡ്രൈവ് പോവുകയാണെങ്കിൽ പോലും, അതായത് 1 കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റത്തെ ഡ്രൈവ് ആണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും ചിലപ്പോൾ കുട്ടീനെ കാർ സീറ്റിൽ ഇരുത്തണോ, ഇത്ര അടുത്തല്ലേ, കയ്യിൽ തന്നെ പിടിച്ചാൽ പോരെ എന്നുള്ളത് വിചാരിക്കരുത് ഒരിക്കലും. ഒരു ചെറിയ ഏറ്റവും ചെറിയ ഡ്രൈവ് ആണെങ്കിൽ പോലും നമ്മൾ കുട്ടീനെ കാർ സീറ്റിൽ തന്നെ ഇരുത്തി, അതായത് എപ്പോഴും അതിൽ തന്നെ ഇരുത്തി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ വലിയൊരു പ്രോസസ്സാണ്, ഒരുപാട് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. മാത്രമല്ല ഒരുപാട് ക്ഷമയും വേണ്ട ഒരു പ്രോസസ്സ് കൂടിയാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അതായത് ബേബി കാർ സീറ്ററിൽ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് ബേബിയുടെ സേഫ്റ്റി ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല ആ കാറിൽ ആ ഡ്രൈവിലുള്ള ആൾക്കാർ, അതായത് ആ കാറിലിരുന്ന് യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും കംഫർട്ടും ഡ്രൈവ് ചെയ്യുന്ന ആളുടെയും കംഫർട്ടും എല്ലാം ഇതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ